ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷി ചെയ്യുന്നവരെ ഒന്ന് ഉഷാറാക്കി എടുക്കാനേ ഓഗസ്റ്റ് മാസത്തിൽ ഏതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം, ഏതൊക്കെ ചെടികളാണ് നന്നായിട്ട് വളരുന്നത്, വിളവ് തരുന്നത് എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏറ്റവും ആദ്യം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് പയറുകളാണ്. പയറെന്ന് പറയുമ്പം നമ്മളുടെ സാധാരണ വള്ളിപ്പയറുണ്ട്. സാധാരണ വള്ളിപ്പയറുകൾ അത് പച്ച നിറത്തിലുള്ള പയറുണ്ട്, സാധാരണ നല്ല ഡാർക്ക് പച്ച നിറത്തിലുള്ള ഇരുണ്ട പച്ച നിറത്തിലുള്ള പയറുകളുണ്ട്, വയലറ്റ് നിറത്തിലുള്ള പയറുണ്ട്, അതുപോലെ കുറ്റിപ്പയർ, അതുപോലെ കുറ്റി അമര, കുറ്റി ബീൻസ്, അങ്ങനെ പലതരത്തിലുള്ള പയറുണ്ട്. ഈ പയറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ചതുരപ്പയറാണേ. ഈ സമയത്ത് നമ്മൾ പാകി കിളിപ്പിച്ച നന്നായി വളരുകയും ചെയ്യും, നല്ല പോലെ വിളവ് തരികയും ചെയ്യും. സാധാരണ ഒരു സമയത്ത് നമ്മൾ ചതുരപ്പയർ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് വളരും, പക്ഷെ കാ തരുന്നത് വളരെ കുറവായിരിക്കും, ചിലപ്പോൾ ഉണ്ടാകത്തേ ഇല്ല. എന്നാൽ ഈ സമയത്താണ് നമ്മൾ നട്ടു വളർത്തുന്നതെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടു കൂടി ഒക്ടോബർ ആദ്യത്തോടു കൂടി നന്നായിട്ട് വിളവ് തരുന്ന ഒരിനം പയറാണ് ചതുരപ്പയർ. ചതുരപ്പയറിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാവേ. വാ, ഇതാണ് ചതുരപ്പയറിൻ്റെ വിത്ത്. കണ്ടോ, ഉരുണ്ട് നല്ല മുത്ത് പോലെ ഇരിക്കുന്നതാണ് ചതുരപ്പയറിൻ്റെ വിത്തുകൾ. അപ്പം ഞാൻ അതിന് മണ്ണ്, നമ്മൾ വിത്ത് പാകാനുള്ള പോട്ടിംഗ് മിക്സ് എടുത്തു വെച്ചിട്ടുണ്ടേ. 2 ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ച മണ്ണായതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് നല്ല പോലെ ഇളക്കിയെടുക്കുവാണേ. ഇത് നല്ല കണ്ട പൊടി പോലെ നല്ല കട്ടി കുറഞ്ഞ, ഒന്നുകിൽ ചകിരിച്ചോറ് മാത്രമാണേലും മതി, കല്ലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു മാറ്റിക്കോണം. അപ്പം ഞാൻ ഇതുപോലെ മണ്ണ് ഇളക്കിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം തളിക്കുവാണേ. കണ്ടപ്പോൾ മണ്ണൊന്ന് കുതിർന്നിരിക്കട്ടെ. ഈ ചതുരപ്പയർ എന്ന് പറയുന്നത് നമുക്ക് 24 മണിക്കൂർ വരെ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് പാകാം. അപ്പം ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല, വെറുതെ ഇതങ്ങോട്ട് പാകി വെക്കുവാണേ. വെച്ചിട്ട് ഒരു ശകലം അങ്ങോട്ട് താഴ്ത്തി വെക്കണം, കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ള തൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് കിളുത്ത് കിട്ടാനായിട്ട് നമ്മളിത് ഇച്ചിരി താഴ്ത്തിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ മണ്ണിട്ട് മൂടണം. വെയിൽ വരുന്ന സ്ഥലത്തുനിന്ന് മാറ്റി വെക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം ഇതിവിടെ നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലമാണ്, തണലത്തോട്ട് മാറ്റി വെക്കണം. മുളച്ച് കഴിയുമ്പം നല്ല വെയിൽ വരുന്ന, നമ്മൾ എവിടെ വെച്ചിട്ടാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ മുള വന്നു കഴിഞ്ഞാൽ വെയിലും വെളിച്ചവും വെള്ളവും ഒക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊരു ശകലം കൂടെ വെള്ളം ഒഴിക്കുവാണ്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി, ഇത് മുളച്ച് കിട്ടും. ഇത് മുളയ്ക്കുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിത്തുകൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കൂടുതൽ എണ്ണം പാകുന്നത്. 3 എണ്ണമൊക്കെ പാകുവാണെങ്കിൽ ഒരെണ്ണാണേലും കിളുത്ത് കിട്ടിയാൽ മതി. ഒരു ചുവട്ടിൽ ഒരെണ്ണം വെച്ചിട്ടാണെങ്കിലും നമുക്ക് നട്ട് വളർത്താനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ചതുരപ്പയറിൻ്റെ വിത്തുകൾ പാകി വെച്ചു. ഇതാണ് ഇപ്പം നമുക്കിവിടെയുള്ള പയറുകൾ. കണ്ടോ, ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച പയർ വിളവെടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ, ഈ ഒരു ചുവട് പയറാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ടുണ്ടാകുന്ന കണ്ടോ. പൂക്കളൊക്കെ നിൽക്കുവാണ്, ചിലത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ആയി, ഇത് കുറച്ചും കൂടെ ആയി, കണ്ടോ. അതുപോലെ തന്നെയാണ് ഈ വയലറ്റ് നിറത്തിലും. ഈ വയലറ്റ് നിറത്തിലും ഞാൻ ഇവിടുന്ന് തരുന്ന ഇതുപോലെ നീളമുള്ള പയറുണ്ട്. അതിൻ്റെ വിത്തുകളൊക്കെ നമുക്കിവിടെ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും പയറിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറന്നു പോകരുത്. നമ്മൾ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി, വിത്തുകൾ നിങ്ങളുടെ വീട്ടിലെത്തും. ഇത് കണ്ടോ, ഇതുപോലെ കണ്ടോ, നൂല് പോലെ ഉണ്ടാവുകയാണ്. ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലൊക്കെ ഉണ്ട്. ഇങ്ങനെ നിറയെ കായ്ക്കുന്ന പയറുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുപോലെ ചതുരപ്പയറാണെങ്കിലും കുറ്റിയമരയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണേ. ബാ, ഇത് നമ്മുടെ കുറ്റിയമരയാണേ. കണ്ടോ, കുറ്റിയമരയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മുഴുവനും തന്നെ വിളവെടുത്തതാണ്. അത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ടോ. ഇത് കണ്ടോ, അതിൻ്റെ പൂക്കൾ വീണ്ടും ഉണ്ടാവുക കേട്ടോ. ആ കുലകൾ അവിടെ നിർത്തിയാൽ അതിൽ വീണ്ടും ഉണ്ടായി വന്നോളും. ഇത് കണ്ടോ, ഇതുപോലെയുണ്ട്. ഇങ്ങനെയുള്ള 2 ചുവടും. പിന്നെ ഈ പാക്കറ്റിനകത്തുനിന്ന് തന്നെ നമ്മൾ നട്ടിരിക്കുന്ന കുറ്റി അമരയാണ്. ചിലത് വള്ളിയായിട്ടും വളരും. അപ്പം നിങ്ങൾ ഒരു പാക്കറ്റ് കുറ്റിയമരയുടെ വിത്ത് വാങ്ങിച്ചാൽ മതി. അതിനകത്ത് ചിലതൊക്കെ കുറ്റിക്കുന്നതായിരിക്കും, ചിലതൊക്കെ വള്ളിയായിട്ട് വളരുന്നതായിരിക്കും. ആ വള്ളിയായിട്ട് വളർന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാ, ഇത് കണ്ടോ, ഈ കുറ്റിയമരയും നമ്മൾ ആ കുറ്റിച്ച് നിൽക്കുന്ന അമരയുടെ പാക്കറ്റിലെ തന്നെ വിത്തിട്ടതാണേ. ഇതേ വളർന്ന് കയറിപ്പോയിട്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ടോ. ഓരോ മുട്ടിനും നിറയെ പൂക്കളും ഉണ്ട്. ആ പൂക്കളെല്ലാം കായ്കളാകുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഈ കുറ്റിയമര ഇങ്ങനെ എനിക്ക് ആദ്യത്തിലൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടല്ലോ, ഈ കുറ്റിയമരയിലുണ്ടാകുന്ന പൂക്കളെ എല്ലാം ഒരു വണ്ട് വന്നിട്ട് കുത്തിക്കളയുമായിരുന്നു. കായ ഉണ്ടാകത്തില്ല, ഇതുപോലെ തണ്ട് നിൽക്കും കണ്ടോ. അപ്പം ഇതുപോലെ കുറ്റിയമരയുടെ കായ പിടിച്ചു കിട്ടാൻ വേണ്ടി ഞാനൊരു സൂത്രപ്പണി, അതൊരു
പരീക്ഷണം പോലെ ഞാൻ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ചെയ്തേനെ. അതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേനെ. പക്ഷെ ഇന്ന് നമ്മൾ ഈ മാസകൃഷിയുടെ ദിവസമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മാസകൃഷി. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളിപ്പോൾ ഓഗസ്റ്റ് ആകാറായി. ഈ സമയത്ത് നിങ്ങളെ വിത്തുകൾ മേടിക്കുകയും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയും പാകി വെക്കുകയും ഒക്കെ ചെയ്താലേ ഓഗസ്റ്റിന്റെ ആദ്യം തൊട്ടേ നമുക്ക് അതിന്റെ വിളവ് അല്ലെങ്കിൽ ആ ചെടിക്ക് അതിന്റെ വളർച്ചയൊക്കെ കിട്ടിത്തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഇതിന് ശേഷം ഞാൻ ആ സൂത്രവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരൊറ്റ പൂ പോലും കൊഴിഞ്ഞു പോകത്തില്ല. നിറയെ നിങ്ങൾക്ക് കുറ്റിയമര കിട്ടും. അപ്പൊ കുറ്റിയമര ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ബീൻസ് പോലെ തോരൻ വെക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. ഒരാളും മടി പിടിക്കരുത്. അതുപോലെ മാത്രമല്ല, വളർത്താനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു ഗ്രോ ബാഗിനകത്താണെങ്കിലും 2 വിത്തിട്ടാൽ അവരവിടെ സൗകര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു മണ്ണ് ഇങ്ങനെ വരമ്പ് പോലെ കൂട്ടിയെടുത്തിട്ട് അതിനകത്ത് നട്ടാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുറ്റിയമര കിട്ടും. അതുകൊണ്ട് കുറ്റിയമരയുടെ വിത്തുകൾ നിങ്ങൾ വാങ്ങിച്ച് പാകി വെച്ചോണം. വിത്തുകൾ കിട്ടാനില്ലാത്തവരാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് നമ്മുടെ ബീൻസ് ആണേ. ഇത്രയും വളർന്ന് കയറിയിട്ടുണ്ട്. പൂവൊക്കെ കുത്തി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആദ്യം ഉണ്ടാകുന്ന ചില പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. ഞാനിപ്പോൾ ഈ നല്ല ചൂട് കിട്ടുന്ന കോട്ടയം പോലെയുള്ള സ്ഥലത്താണ്. അതും നമ്മൾ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബീൻസ് എപ്പോഴും ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതെന്ന് പറയുന്നത് മഴക്കാലത്തും അതുപോലെ മഞ്ഞുകാലത്തുമാണ്. ബാക്കിയുള്ള ഒരു സമയത്തും എനിക്കിവിടെ ബീൻസ് വളർത്തിയെടുക്കാനും വിളവുണ്ടാക്കിയെടുക്കാനും പറ്റുന്നില്ല. പിന്നെ മൂന്നാർ പോലെ വയനാട് പോലെയൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ നമുക്കവിടെ എല്ലാ കാലത്തും തന്നെ ഇതൊക്കെ വളർത്തിയെടുക്കാം. അപ്പം നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരണമായിട്ട് കൃഷികൾ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ദേ ഇത് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബറാണേ. കണ്ടോ, അതേ കാവടിച്ചു തുടങ്ങി കണ്ടോ. വളരെ ചെറുതിലേ തന്നെ പൂക്കൾ ഇഷ്ടംപോലെ കായ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടോ, അവിടെ ഉണ്ട്. പിന്നെ ദേ ഇതൊരു പൂവുള്ളതാണ്, അല്ല കായുള്ള പൂവാണ്. അപ്പം ഇങ്ങനെ കായുള്ള പൂക്കളൊക്കെ വരുമ്പോഴേ നമ്മൾ ചെറിയൊരു പോളിനേഷൻ നടത്തി കൊടുത്തോണം കേട്ടോ. ഇതുപോലത്തെ പൂക്കൾ പറിച്ചിട്ട് അതിൻ്റെ ഇതളുകളെ അങ്ങ് നമ്മൾ മുറിച്ച് കളയണം. ചിലപ്പോഴാണെങ്കിൽ തേനീച്ചകൾക്ക് കൊണ്ട് പോളിനേഷൻ നടക്കാത്ത ഒരു ചെടിയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ വാ, ഇതുണ്ടോ, ഇതിന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ പോളിനേഷൻ അങ്ങ് നടന്നോളും. അപ്പോൾ ഇത് ഉറപ്പായും ഒരു കായായിട്ട് നമുക്ക് വളർന്നു കിട്ടും. കണ്ടോ, ഇത് പയറിൻ്റെ വിത്താണ്, നമ്മളിവിടെ കൊടുക്കുന്ന വള്ളിപ്പയറിൻ്റെ വിത്താണ്. അപ്പോൾ ഞാൻ ദേ ഇവിടോട്ട് വെറുതെ ഒന്ന് പാകിയിടുവാണ്. ഒരു കുതിർത്തിട്ടില്ല കേട്ടോ, ഇത് ഞാൻ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതേപടിയാണ് നടുന്നത്. അപ്പോൾ ശകലം മണ്ണ് ഇതുപോലെ കിളച്ചിളക്കിയിട്ട് അതിനകത്തോട്ട് അങ്ങ് നടുവാണേ. ഇത് ഒരു പാക്കറ്റിനകത്ത് കണ്ടോ ഇത്രയും വിത്തുകളുണ്ട് കേട്ടോ, ഇത്രയും വിത്തുകളുണ്ട്. ഇതിപ്പോൾ ഒരു വീട്ടിലെ കൃഷിക്ക് അത്യാവശ്യം ചെയ്യാനുള്ളത്ര വിത്തുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 എണ്ണം വെച്ചിട്ട് ഒരു 3 ഇടത്തായിട്ട് പാകി കൊടുക്കുക. ഇച്ചിരി താഴ്ത്തിയാണ് ഞാൻ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ വിത്തുകൾ വിത്തോളമേ താഴാവൂന്നാണ്. ഇതിപ്പോൾ അതിലും ഇച്ചിരി കൂടെ താന്നിട്ടുണ്ട്. കാരണം മണ്ണ് മേളിലോട്ട് കൂടിയാലേ ഉള്ളൂ നമുക്ക് ചെടി നല്ല വിളവ് തരത്തുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് വെക്കുവാണ്. അപ്പം നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ഇതുപോലെ ഏതെങ്കിലും പാത്രത്തിനകത്തൊക്കെ ആയിട്ടങ്ങ് നട്ടുവെക്കും. അങ്ങനെ നട്ടുവെക്കുന്നത് കൊണ്ടാണ് പല പ്രായത്തിലുള്ള പയറുകൾ നമുക്കിവിടെ കാണുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പ്രധാനമായും കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓണത്തിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഓണത്തിന് വിളവെടുക്കാനുള്ളതാണ് ഈ ഓഗസ്റ്റിലും അല്ലെങ്കിൽ ജൂലൈയിലും ഒക്കെ നടുന്നത്. അപ്പോൾ ഇതുപോലെ പല പ്രാവശ്യങ്ങളിലായി പാകി മുളപ്പിച്ച് നിർത്തിയിരുന്ന പയറിൻ്റെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുത്തു. ഈ പ്രാവശ്യം ഞാനിപ്പം ഉണ്ടായി കിടക്കുന്നത് നിങ്ങളെ കാണിച്ചു. ഇനി പൂ കുത്താനുള്ള പയറുണ്ട്, പൂ ആയി നിൽക്കുന്ന പയറുണ്ട്, പല കണക്കിനുണ്ട്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് നമ്മൾ വിത്തുകൾ പാകുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ സാധാരണ ജൂൺ മാസത്തിലെ കൃഷി, ജൂലൈ മാസത്തിലെ കൃഷി എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ കൂട്ടത്തിൽ പാകി വെച്ചോണം. അപ്പം വിത്തുകൾ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ എന്നോടൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്കത് അയച്ചു തരികയും ചെയ്യാം. ഓഗസ്റ്റ് മാസത്തിൽ എല്ലാവർക്കും നട്ട് വളർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണേ വെണ്ട. ഏകദേശം ഒരു 40-45 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക പറിക്കാം. ഇത് ചുവപ്പ് നിറത്തിലുള്ള വെണ്ടയാണ്. ഇത് ഇപ്പം തന്നെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതിനെ ഞാൻ എന്തിനാ ഇതുപോലത്തെ പാത്രത്തിനകത്താക്കി വെച്ചിരിക്കുന്നറിയോ?
നമുക്കിവിടെ ഒരു പൂച്ചക്കുട്ടനുണ്ട്. അവൻ ഈ മണ്ണെല്ലാം ചകയുമ്പം അതിൻ്റെ വേര് ഉൾപ്പെടെ മാന്തിക്കളയും. ഇവർ ചുവട് പിടിച്ചതിന് ശേഷം നമ്മളൊരു സപ്പോർട്ട് കൊടുത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടൻ ഇതിനകത്ത് കയറി മാന്തിയാലും ചെടിയുടെ ചുവട് പറഞ്ഞു പോകത്തില്ല. അതിന് വേണ്ടിയാണ്. ഇനി നമുക്കിത് ഇതിനെ പൊക്കി അങ്ങോട്ട് ഊരിയെടുത്താൽ മതി, ഇച്ചിരിക്കടെ ബലമായിട്ട്. ഇപ്പം ഇവർ നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. കണ്ടോ, ഇത് ചുവപ്പ് വെണ്ടയാന്ന് പറഞ്ഞില്ലേ. നമുക്കിവിടെ ആനക്കൊമ്പൻ വെണ്ട വെള്ളയും ആനക്കൊമ്പൻ വെണ്ട പച്ചയും ആനക്കൊമ്പൻ വെണ്ട ചുവപ്പും പിന്നെ സാധാരണ വെണ്ട പച്ചയും ചുവപ്പും അതുപോലെ മംഗലാപുരം ഊരുവെണ്ട, ഇത്രയും തരത്തിലുള്ള വെണ്ടകളുടെ വിത്താണുള്ളത്. ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഇതുപോലെ പൂ കുത്തി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടണം. അതുപോലെ നന്നായി നനവ് കൊടുക്കണം. അതിന് നല്ല ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് മണ്ണ് കൂട്ടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചെടിയുടെ ചുവട്ടിൽ നനവ് നിലനിൽക്കും. നമ്മളിപ്പോൾ ഭംഗി നിലനിർത്താൻ വേണ്ടി ഇതെല്ലാം കിളച്ച് അല്ലെങ്കിൽ മണ്ണ് മാത്രമാക്കി നിർത്തിയിട്ട് കാര്യമില്ല. ചെടികളുടെ ചുവട്ടിൽ തണുപ്പാണ് വേണ്ടത്. അതിന് നല്ലോണം പൊതയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ വെണ്ട കണ്ടോ, ഇതിൻ്റെ തൈ കുഴിച്ചു വെക്കുന്നത് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നതാണ്. ഇത് വെണ്ടയ്ക്ക ഉണ്ട്, ഇഷ്ടംപോലെ വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുവട്ടിലോട്ട് വളം ഇട്ട് കൊടുക്കണം, മണ്ണ് കൂട്ടി കൊടുക്കണം, നനവ് മാറാതെ തണുപ്പ് മാറാതെ നമ്മൾ നനവ് കൊടുക്കണം. എന്നാൽ ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഇത്രയും ചോട് വേണ്ട. പിന്നെ ദേ ഇവിടെ പഴയ ചോട് വേണ്ടേ ഞാൻ കളയാതെ നിർത്തി ഈ പ്രാവശ്യം. കാരണം നമ്മൾ നട്ട് വളർത്തിയത് ഇതാണ്, നമ്മൾ ആദ്യം നട്ട് വളർത്തിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓണത്തിന് വെണ്ടയ്ക്ക കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പഴയ ചോട് വെണ്ടയെ കളയാതെ നിർത്തിയതാണ്. അപ്പോൾ അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നല്ലോണം ഉണ്ടായി കിട്ടിയതാണ്. പിന്നെ ഇതും വെണ്ടയാ കണ്ടോ. ഇതിനെ ഞാൻ ഇതുപോലെ ഇതിനകത്താക്കി അടച്ചു വെക്കുന്നത് പൂച്ചക്കുട്ടൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താനാണ്. ഈ സമയത്ത് നമ്മൾ നട്ട് വളർത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരിനം പച്ചക്കറിയാണ് പച്ചമുളക്. ഇതൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ മുളക് ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനും അതിൽ കൂടുതലും മുളക് കിട്ടാനുള്ളത്ര പച്ചമുളകുണ്ട്. അത് അപ്പുറത്തും ഇപ്പുറത്തും വേറെ 2 ചുവട് ചെടികളുണ്ട്. ഒരു 3-4 ചുവട് പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് മുഴുവനും തന്നെ ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പച്ചമുളകിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ചുവട്ടിൽ തണുപ്പ് നിലനിർത്തുക, പുതയിട്ട് കൊടുക്കുക. അതാണ് നമ്മൾ പ്രധാനമായും മുളകിന് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യം. ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ മറന്നു പോകാതെ നട്ടു വളർത്തേണ്ട മറ്റൊന്നാണ് തക്കാളിയും വഴുതനയും. എനിക്കിവിടെ പല പ്രായത്തിലുള്ള തക്കാളികളും വഴുതനകളും ഉണ്ട്. ഇപ്പം ഇത് കുഞ്ഞു തക്കാളി അങ്ങോട്ട് നട്ട് പിടിപ്പിച്ച് ചോട് പിടിപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പുതിയ പുതിയ ഇലകൾ വന്ന് തുടങ്ങിയാൽ ഇതിൻ്റെ ചോട് ഇളക്കി മണ്ണ് ചോട്ടിലേക്ക് കൂട്ടി ചുറ്റും വളം ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജൈവവളം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ നനവ് കൊടുക്കുവാണെങ്കിൽ അവർ നന്നായി വളർന്നു കിട്ടും കേട്ടോ. ആ സ്ഥിരമായ മഴ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചോട്ടിലെ പൊതയൊക്കെ എടുത്ത് മാറ്റിയത്. അപ്പം കണ്ടമാനം വെള്ളം തങ്ങി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകി പോകുന്നൊരു ചെടിയാണ് തക്കാളി. അപ്പം തക്കാളി ആയാലും മുളകായാലും വഴുതനയായാലും ഒക്കെ നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള വഴുതനകളുണ്ട്. ഉരുണ്ട വഴുതനയുണ്ട്, നീണ്ട വഴുതനയുണ്ട്. നീണ്ട വഴുതനയിൽ തന്നെ പച്ചയുണ്ട്, വയലറ്റ് ഉണ്ട്, കറുപ്പുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള. പിന്നെ നല്ല പാമ്പ് പോലെ നീളം വെക്കുന്ന ഇല്ലിക്കൊമ്പൻ വഴുതന, അധികം കേട് പിടിക്കുവേലാത്ത വേങ്ങേരി വഴുതന, അങ്ങനെ പല ഇനം വഴുതനകളുടെ വിത്തുകൾ നമുക്കിവിടെ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടോണം. വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു തോരൻ വെക്കുകയോ മെഴുക്ക് പുരട്ടി വെക്കുകയോ തീയൽ വെക്കുകയോ സാമ്പാറിനകത്ത് ഇടുകയോ അങ്ങനെ പല തരത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം നമുക്ക് അറിയാതെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തുന്നുണ്ട്, 2 വഴുതന കിട്ടിയാൽ മതി, നമുക്ക് സുഖമായിട്ടൊരു തോരൻ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ആരും തന്നെ മടി പിടിക്കാതെ എല്ലാ വീട്ടമ്മമാരും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരും നട്ടുപിടിപ്പിക്കേണ്ടതാണ് ഈ തക്കാളിയും വഴുതനയും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ തിരഞ്ഞെടുക്കാം, ഷേപ്പ് തിരഞ്ഞെടുക്കാം. അങ്ങനെ നിങ്ങളെ ഇഷ്ടാനുസരണം വളർത്തിയെടുത്ത് നല്ലോണം വിളവെടുക്കാൻ പറ്റുന്നതാണ് വഴുതന. നമുക്കിപ്പം നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റു പച്ചക്കറികളാണ് പടർന്നു വളരുന്ന പാവല്, പടവലം, മത്ത, കുമ്പളം, വെള്ളരി, അങ്ങനെയുള്ള വർഗ്ഗങ്ങൾ. ഇപ്പം ഇത് നമ്മുടെ ഞാനിവിടെ കൊടുക്കുന്ന ഹൈബ്രിഡ് പാവലിൻ്റെ വിത്താണ്. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഓണക്കൂറ് പാവലിൻ്റെ വിത്തുകൾ മുളച്ച് കിട്ടാൻ താമസമാണ്. അപ്പം ഞാനിവിടെ 24 മണിക്കൂറും വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം തുണിക്കകത്ത് കെട്ടിവെച്ചിട്ടും മുളച്ച് വരുന്നതേ ഉള്ളൂ ഇപ്പം കേട്ടോ. അപ്പം ഓണക്കൂറിന് പാവലിൻ്റെ വിത്തുകൾ കുഴിച്ചിട്ടിട്ട് കിളുക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല നനവും തണുപ്പും നിലനിർത്തിക്കൊണ്ട് ദിവസങ്ങൾ സൂക്ഷിക്കുമ്പോഴാണ് അതിനകത്ത്
പറ്റുമെങ്കിൽ ഇതുപോലെ 24 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് അതിൻ്റെ മുന്നറ്റം ഉണ്ടല്ലോ അതൊന്ന് ഒടിച്ചു കളഞ്ഞിട്ട് നനവുള്ള തുണിക്കകത്ത് കെട്ടിവെക്കുകയോ മണ്ണിൽ പാകി വെക്കുകയോ ചെയ്താൽ കുറച്ചും കൂടെ സ്പീഡിൽ അവർ മുള വന്ന് കിട്ടും കേട്ടോ. ഉണ്ടായ നല്ല ഇനം പാവയ്ക്കയാണ്. അപ്പം വിത്ത് കിളിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന സാധാരണ ഹൈബ്രിഡ് പാവലാണ്. അത് പെട്ടെന്ന് തന്നെ മുളയ്ക്കുകയും ചെയ്യും. നമുക്ക് ഇതിപ്പം നമ്മളിവിടെ കൊടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം മുള വന്നതും തുണിക്കകത്ത് കെട്ടിവെച്ചിരുന്നതും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. അവർ വളർന്ന് വള്ളി വീശി ഇവിടൊക്കെ വരെ എത്തിയിട്ടുണ്ട്. ചിലപ്പോഴാണ് നമുക്കിതിനകത്തുനിന്ന് ഓണത്തിന് പാവയ്ക്ക പറിക്കാൻ പറ്റുമായിരിക്കും. പെട്ടെന്ന് കായ്കളുണ്ടാകും. പിന്നെ അതേ പാവലിന് ഇതുപോലെ കണ്ടോ, ഇടയ്ക്കൂന്ന് ഇങ്ങനെ ശിഖരങ്ങൾ വന്നാൽ നമ്മൾ അതിനെ മുറിച്ച് കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചെടിയുടെ ആരോഗ്യം കുറയും. അപ്പം ചെറിയ ചെറിയ പാവയ്ക്കയെ നമുക്ക് ഉണ്ടായി കിട്ടത്തുള്ളൂ. അതായത് പ്രധാന ഇലയുടെയും അതിൻ്റെ തണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഈ സക്കറുകളാണ് ഇതൊക്കെ. അതെല്ലാം നിങ്ങൾ ഒടിച്ചു കളഞ്ഞോണം, അല്ലെ കുഞ്ഞു കുഞ്ഞു പാവയ്ക്കയായി പോവും. ഇത് കണ്ടോ പീച്ചിൽ. അപ്പം ഇതേപോലത്തെ പീച്ചിലും ഒക്കെ നട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നന്നായി ഉണ്ടാകും. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുകയല്ലേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുമ്പം ചെടിയുടെ ഇലയും നനയും ചൂടും നനയും. എന്നാൽ കണ്ടമാനം വെള്ളം വന്നിട്ട് കെട്ടി നിൽക്കുന്നുമില്ല. അപ്പോൾ പച്ചക്കറികളൊന്നും നഷ്ടമാകത്തില്ല, നല്ലോണം വിളവ് തരും. അത് ഇതിപ്പോൾ പീച്ചിലാണ്, ഞാൻ കാണിച്ചത് പാവലാണ്. പിന്നെ നമ്മൾ ഇന്നാളെ നട്ടിരുന്ന മത്തയുടെ തൈ ഞാൻ കാണിച്ചില്ലേ. നമ്മുടെ മത്തയുടെ തൈ കണ്ടോ, നാമ്പ് വരുന്നില്ല എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നേ. അത് ദേ വളർന്ന് ഇത്രയായി കണ്ടോ. കുറച്ച് മണ്ണിക്കൂടെ ഓടിയിട്ട് എനിക്ക് മേളിലോട്ട് കയറ്റി വിടാനേ സൗകര്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഇതിലേക്കൂടെ മണ്ണിക്കൂടെ പോകുന്ന സമയത്ത് നമുക്ക് മേളിലോട്ട് അവിടെ ഇവിടെയും തണ്ടയിലൊക്കെ മണ്ണിട്ട് മൂടി കൊടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ മേളിലോട്ട് വളർത്താനല്ലേ സൗകര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മത്തയ്ക്ക് നല്ല വിളവ് കിട്ടുന്നത് മത്ത മണ്ണിൽ കൂടെ ഓടുമ്പോഴാണ്. അപ്പോൾ അവിടെ ഇവിടെയും വരുന്ന വേരുകളെല്ലാം അതാത് സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊക്കെ വളം വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഈ മേളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുവട്ടിൽ വലിക്കുന്ന വളം മാത്രമേ ആ പാവങ്ങൾക്ക് കിട്ടാനുള്ളൂ കേട്ടോ. അപ്പം മത്തതേ നന്നായി വളർന്നു തുടങ്ങി. പിന്നെ ഇതുപോലെ പാവലൊക്കെ വരുമ്പം നമ്മൾ ഏതാണോ കൊടുക്കുന്ന സപ്പോർട്ട്, ആ സപ്പോർട്ടിൽ ഇതുപോലെ കയറിപ്പോകാനായിട്ട് അവരെ ഒന്ന് സഹായിക്കണം. ഈ പാവലായാലും പടവലായാലും മത്തയായാലും കുമ്പളമായാലും എല്ലാം പടരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താലേ അവർ നല്ല പോലെ വിളവ് തരത്തുള്ളൂ. ഇത് നമ്മുടെ ചോളമാണേ. കണ്ടോ, ചോളം കായ്ച്ചു തുടങ്ങി. ചോളത്തിന് ഇതേ മേളിലൊരു പൂ വരും കണ്ടോ. ഈ പൂവിലല്ല കായ്കൾ ഉണ്ടാകുന്നത്. ദേ ഇതുപോലെ തണ്ടിൻ്റെയും ഇലയുടെയും ഇടയിൽ കോണ് പോലെ കയറി വരുവാണ് കേട്ടോ. ഇത് തീരെ ഇളത്തെയാണ്, വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഈ നിറമുള്ള മുടി പോലെ കിടക്കുന്നത്. ഇത് നല്ലോണം ഉണങ്ങിത്തുടങ്ങും ഇതിനകത്ത് കായ്കൾ പാകമാകുമ്പോൾ. ഇപ്പം എനിക്കിവിടെ പൂച്ചക്കൂട്ടനുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് മറ്റുള്ള ജീവികളുടെ ശല്യങ്ങൾ, അതായത് കിളികളുടെ ശല്യവും ഒക്കെ കുറവുണ്ട്. കാരണം ഇവിടെ ഒരു അനക്കം കേട്ടാൽ ഉടനെ അവൻ ചാടി ഇവിടെ വരും. അതുകൊണ്ട് നമുക്കൊരു കോൺ കുഴപ്പമില്ലാതെ കിട്ടുമായിരിക്കും നാം വിചാരിക്കുക. ഓഗസ്റ്റ് മാസ കൃഷിയിൽ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. എല്ലാ ശീതകാല പച്ചക്കറികളുടെയും വിത്തുകൾ വാങ്ങിച്ച് പാകി വെക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പാകി വെച്ചാൽ നമുക്കൊരു സെപ്റ്റംബർ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതിയോടുകൂടി നമുക്ക് തൈകളെ മാറ്റി നടാം. അപ്പം നമുക്ക് ആ സെപ്റ്റംബറിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒക്ടോബറിൻ്റെ ആദ്യത്തിലുള്ള തണുപ്പ് മുഴുവനും നമുക്ക് കിട്ടുകയും ചെയ്യും. നന്നായി നമ്മുടെ ചെടികൾ കാബേജ് ആണെങ്കിൽ വലിയ കാബേജ് ഉണ്ടാകും. അത് പിന്നെ മഞ്ഞിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മഞ്ഞ് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് കാബേജ് ഉണ്ടായി കിട്ടുന്നതിൻ്റെയൊക്കെ അളവും വലിപ്പവും ഒക്കെ കുറഞ്ഞു പോകും. കാലാവസ്ഥയെ കൂടെ ആശ്രയിച്ചിരിക്കും. എന്നാൽ വയനാടുകാരോ മൂന്നാറുകാരോ ആണെങ്കിൽ ഇതൊന്നും പേടിക്കണ്ട. അവർക്ക് എല്ലാ കാലത്തും തന്നെ, വയനാട്ടിലൊക്കെ ചില ആൾക്കാർ 12 മാസവും കാബേജ് വളർത്തുന്നവരുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത് കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല. ഈ കോട്ടയം പോലെയുള്ള ഭാഗത്തൊന്നും ഒരു കാരണവശാലും 12 മാസവും കാബേജ് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നവരെയൊക്കെ ഈ സമയത്ത് വളർത്തിയെടുക്കാം. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. അപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വള്ളി വളരുന്നതിനനുസരിച്ച് വള്ളിയിലോട്ട് മേളിൽ മണ്ണിട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇവരുടെ വേരുകൾ മണ്ണിലേക്ക് താന്നിട്ട് അവിടെയെല്ലാം മധുരക്കിഴങ്ങ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പറ്റുന്ന പോലെ ചെയ്യാം നമുക്ക്. ഈ തണ്ടുകൾക്കൊക്കെ അത് വേര് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ചൊക്കെ ചെയ്യാം. ഈ പാത്രത്തിനകത്തുള്ള പരിപാടിയല്ലേ ഉള്ളൂ. ഉണ്ടായി കിട്ടുന്നത് കിട്ടട്ടെ, നമുക്ക് ഉണ്ടാവുമെന്ന് നോക്കാം. ഓഗസ്റ്റ് മാസത്തെ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ വിത്തുകൾ ഉണ്ട് എന്നറിയണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ എല്ലാ വിത്തുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് മേടിക്കാം, എന്നിട്ട് നട്ട് വളർത്താം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.